പൊന്നാനി സർവീസ് സഹകരണ ബാങ്ക് ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും 160ഓളം പേർക്കാണ് ചികിത്സാ ധനസഹായം വിതരണം ചെയ്തത്. പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്കിങ്ങിന്റെ സാങ്കേതിക മുഖത്തിലും നന്മകളിലൂന്നിയുള്ള സാമൂഹ്യ സേവനം നടത്താനാകുന്നത് കേരളത്തിലെ സഹകരണ മേഖലക്കാണെന്നത് നാം തിരിച്ചറിയണമെന്നും എന്നും സാധാരണക്കാരുടെ താങ്ങും തണലുമായി നിൽക്കുന്ന മേഖലയാണ് സഹകരണ മേഖലയെന്നും MLA അഭിപ്രായപ്പെട്ടു. സഹകരണ മേഖല വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. പൊന്നാനി സഹകരണ മേഖലയിലെ സഹകരണ പ്രസ്ഥാനത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്ന പൊന്നാനി സർവീസ് സഹകരണ ബാങ്ക് സാധാരണക്കാരനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് രൂപം നൽകിയത്. നമുക്കറിയാം, കേരളത്തിൻ്റെ ഭൂപടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒന്നാണ് സഹകരണ പ്രസ്ഥാനം. കേരളത്തിൻ്റെ സമസ്ത മേഖലയ്ക്കകത്തും കൈവച്ച ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ മാതൃകാപരമായ രൂപത്തിലേക്കുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. സഹകരണ മേഖലയ്ക്കകത്ത് വലിയ വലിയ സ്ഥാപനങ്ങൾ തൊട്ട് ആശുപത്രികൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, വലിയ തോതിലേക്കുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, കാർഷിക മേഖലയ്ക്കകത്തുള്ള ഇടപെടലുകൾ, ഇങ്ങനെ നിരവധി എല്ലാ മേഖലയ്ക്കകത്തും നിറഞ്ഞു നിൽക്കുന്ന സഹകരണ മേഖല ഇടപെടൽ നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മുടെ സഹകരണ മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ മെഡിക്കൽ സ്റ്റോറുകൾ മേഖലയിൽ ഇടപെടുന്നത് ഇങ്ങനെ വിവിധങ്ങളായ മേഖലകൾക്കകത്ത് ഇടപെടുമ്പോൾ അവിടെയുള്ള സാധാരണ മനുഷ്യന്റെ പ്രശ്നത്തിന് എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ ആലോചിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സഹകരണ സ്ഥാപനം തകർക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു കേന്ദ്ര നിയമമാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം കൈയടക്കുകയാണ്. പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ CV സുധ മുഖ്യാതിഥിയായിരുന്നു. സഹകരണ മേഖല തകരാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. പൊന്നാനി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ P ജ്യോതിബാസ്, CP മുഹമ്മദ് കുഞ്ഞി, കൗൺസിലർമാരായ MV പ്രകാശൻ, CS സ്വരൂപ്, K സാദിഖ്, ഷീബ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പരിപാടിക്ക് ബാങ്ക് ഡയറക്ടർമാർ, ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. ബാങ്ക് വൈസ് പ്രസിഡന്റ് VS സുധർമൻ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി P ജിജി നന്ദിയും പറഞ്ഞു.